അപ്പോൾ നമ്മൾ ഒരു പുതിയ ബിസിനസ്സുമായിട്ട് വന്നേക്കുന്നു. ഡ്രൈ ഫ്രൂട്ട് ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഹെൽത്തി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് ബാർ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നത് നമ്മൾ ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതില് നമ്മളൊരു പുറത്തുനിന്ന് വാങ്ങുന്ന ബാറിൽ ഉപയോഗിക്കുന്ന ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കുന്നുണ്ട് കേടാവാതിരിക്കുന്നതിന് വേണ്ടി. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇതിലേക്ക് എന്തൊക്കെ ചേർക്കണം, ഇത് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത്, ഒരു ഏതൊക്കെ രീതിയിൽ നമുക്കിത് ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടാൽ നിങ്ങൾ ഉറപ്പായും നിങ്ങളൊരു ബിസിനസ് തുടങ്ങും അല്ലെ? തുടങ്ങണം. എല്ലാ വീട്ടിലും ഒരു ബിസിനസ്, അതാണ് നമ്മുടെ ഉദ്ദേശം. നോക്കാം, ഇത് പ്രൊഡക്റ്റ് ആക്കാൻ തുടങ്ങുവാണ്. ആദ്യമായിട്ട് നമ്മൾ എന്തോ ചൂടാക്കണം, ഒന്നുകൂടെ ഉണക്കണം. കാരണം ഇതിലൊക്കെ വെള്ളത്തിന് കണ്ടിട്ടുണ്ട്. നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ഉണ്ട്, ഡീഹൈഡ്രേറ്ററിൽ വെച്ചാണ് ഉണക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കുന്നത്. രണ്ടും നമ്മൾ കാണിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇത് നമ്മൾ ഒരു ബാറായിട്ട് നിൽക്കണം, അതായത് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതിന് വേണ്ടി. ഈന്തപ്പഴം നല്ല മെൽറ്റ് നമ്മൾ ഒട്ടിപ്പിടിക്കുന്നതാണ്, അത് തേനും കൂടെ മിക്സ് ആക്കണം. രണ്ടാമത്തെ ഒന്ന് നമ്മള് വെള്ളം ഉപയോഗിച്ചിട്ട് പാനിയാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നു. മൂന്നാമത്തെ നമ്മള് ടൊമാറ്റോ തക്കാളിയുടെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, നല്ല മെൽറ്റുള്ള തക്കാളിയുടെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പഞ്ചസാര ഉപയോഗിക്കാതെ ഇതെങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ തക്കാളിയുടെ പേസ്റ്റ് ഈ 3 കാര്യങ്ങൾ വെച്ച് 3 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഡീഹൈഡ്രേറ്ററിലേക്ക് വെക്കുവാണ്. നമ്മള് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മുതൽ നമ്മുടെ റേറ്റ് കണക്കാക്കുവാണ്. അപ്പൊ 100 ഗ്രാം കാഷ്യൂ ആണ് എടുത്തേക്കുന്നത്. അതിന് നമുക്ക് 100 രൂപ, ബദാം 100 ഗ്രാം ആണ്, 100 രൂപ. നമ്മൾ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വില കൂടിയ നട്ട്സ് മാത്രമല്ല, വില കുറഞ്ഞതും കൂടെ കുറച്ച് മേടിച്ചിടണം. എന്നാലും നമുക്ക് ആ പ്രൈസ് ഈക്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മേടിച്ചിരിക്കുന്ന കടലയാണ്, തൊള്ളു കളഞ്ഞ് കടല ഉണക്കിയതാണ്. നമ്മള് 100 ഗ്രാം ആണ്, അതിന് 20 രൂപ. ഡീഹൈഡ്രേറ്ററിലേക്ക് വെച്ചു. പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് നമ്മള് വിപണിയിൽ എത്തിക്കുമ്പോൾ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാകും അല്ലെ? നമ്മൾ ഒരു പാക്കറ്റ് ഇരിക്കുന്ന കാണും ഒരു ഭംഗി കണ്ടപ്പോഴാണ് നമ്മളത് എടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ഒരു ഡിസൈൻ ആക്കാൻ വേണ്ടിട്ട് വെള്ള എണ്ണ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറുത്ത എണ്ണ എടുത്തിട്ടുണ്ട്. നല്ല ഗുണമുള്ള സാധനങ്ങളാണ്. 25 ഗ്രാം ആണ്, 10 രൂപ. 25 ഗ്രാം ആണ്, അത് 10 രൂപ. വെളുത്ത മുന്തിരി ഉണക്കിയത് 50 ഗ്രാം ആണ്, 50 ഗ്രാം 20 രൂപ. അതുപോലെ നമ്മുടെ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് 20 രൂപ. 200 ഗ്രാം ഈത്തപ്പഴം 25 രൂപ. 100 ഗ്രാം തേന 40 രൂപ. 200 ഗ്രാം വെല്ലം 10 രൂപ. 50 ഗ്രാം ചെറിയ എടുത്തിട്ടുണ്ട്, അതിന് 20 രൂപ. ഈത്തപ്പഴമല്ല, കരക്ക 200 ഗ്രാം ആണ്, നമ്മൾ 60 രൂപ. ഡീഹൈഡ്രേറ്ററിലേക്ക് വെച്ചിട്ടുണ്ട് അല്ലെ? വെച്ചിട്ട് ഉണക്കാൻ വേണ്ടിട്ട് പകുതി നമ്മൾ വേർത്ത് വെച്ചിട്ട് ഉണക്കും. അപ്പൊ അത് മൊത്തം നമ്മൾ എടുത്തിരിക്കുന്ന സാധനം മൊത്തം 1 കിലോ 200 ഗ്രാം. അതിന് വില ആയിരിക്കുന്നത് 435 രൂപയാണ് ടോട്ടലായിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം 1 കിലോയ്ക്ക് 360 രൂപ അല്ല റേറ്റ് വന്നു. 1 കിലോയ്ക്ക് 360 രൂപ. അപ്പൊ നമ്മള് സാധനം സെയിലാക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് നമ്മള് പല റേറ്റിലുള്ള സാധനങ്ങൾ എടുത്തേക്കുന്നത്. ഇതിന് കുറഞ്ഞ റേറ്റുള്ള കാഷ്യൂവും ബദാമും ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും. പക്ഷെ കാഷ്യൂ ഒക്കെ ബദാമും കൊണ്ട് നമ്മളത് കഴുകി ഉണക്കേണ്ടി വരും. അതുപോലെ നമ്മുടെ മുന്തിരികൾ നല്ല സ്റ്റാൻഡേർഡുള്ള സാധനം നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മൾ അതെല്ലാം കഴുകി ഉണക്കേണ്ടി വരും. എന്നാലും നമ്മൾ ഉണക്കാൻ ഇത് ആക്കാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് നല്ല എണ്ണമയം ഉള്ളതുകൊണ്ട് കലിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മള് 1,200 മൊത്തം ഉള്ളത്, 360 രൂപ ഏകദേശം ആവറേജ് നമ്മൾ 1 കിലോയ്ക്ക് റേറ്റ് ആയിട്ടുണ്ട്. ഓൺ ആയിട്ടുണ്ട്. 60 ഡിഗ്രി 4 മണിക്കൂർ. 4 മണിക്കൂർ അതാ. അപ്പൊ കുറച്ച് സാധനങ്ങൾ നമ്മള് ഡീഹൈഡ്രേറ്ററിൽ വെച്ചു, ബാക്കി നമ്മൾ വെയിലത്ത് വെക്കുന്നു. നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കണം. ഇത് അരിഞ്ഞെടുക്കണം. ഡ്രൈ ഫ്രൂട്ടിന്റെ ബാർ ഉണ്ടാക്കുന്നത് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കുന്നത് വെച്ചാല് ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണോ അതോ തളർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണോ? ഇത് ഡ്രൈ ഫ്രൂട്ടിന്റെ ബിസിനസ് ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണ്. നമ്മളതിന്റെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പൊ ഒരു വർഷം $10.2 ബില്യൺ
മാർക്കറ്റാണ് ഒരു വർഷം നടക്കുന്നത് ലോകത്തുമാണ്. അതിന്റെ ഒരു നല്ല ശതമാനം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. നമുക്ക് ഇതൊക്കെ ആമസോണിൽ തന്നെ വിൽക്കാൻ കഴിയും, ഓൺലൈനായിട്ട് വിൽക്കാം. അതുപോലെ നമ്മളിതെല്ലാം മുറിച്ച് റെഡിയാക്കി നമ്മൾ ബാറാക്കുന്നു, ഫ്രൂട്ട് ബാറാക്കുന്നു, ഡ്രൈ ഫ്രൂട്ട് ബാർ നല്ല അരിഞ്ഞെടുത്ത് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. മേക്കിങ്ങിലേക്ക് തുടങ്ങുവാണ്. കുറച്ച് നല്ല ചൂടാവണം. നമ്മുടെ ഈത്തപ്പഴം അത് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ട് ഇട്ടിട്ടുണ്ട്. തേനും ഈത്തപ്പഴം കൂടെ നല്ല ഒന്ന് കുറുകി വരണം. നമ്മൾ എന്ത് ബിസിനസ് ആയാലും നമ്മൾ തുടങ്ങുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അത് തുടങ്ങാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾ സൈഡ് ഇതായിട്ട് നമ്മൾ പശുവിനെ വളർത്തുന്നു, ആടിനെ വളർത്തുന്നു, ഇല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം കൃഷികൾ നടത്തുന്നു. പക്ഷെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു മനസ്സ് ഇതുവരെ നമ്മൾ അങ്ങനെ തുടങ്ങിയിട്ടില്ല. പക്ഷെ പുറത്തേക്ക് കർണാടകത്തിലേക്ക് തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ തന്നെ എല്ലാം ബിസിനസ്. അപ്പൊ അങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കുക. ചെറിയതായിട്ട് തുടങ്ങിയാൽ മതി. ഒരു വാട്സപ്പ്, നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഒരു യൂട്യൂബ് ചാനൽ, ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഒത്തിരി കച്ചവടം വരുന്നുണ്ട്. നമ്മുടെ എള്ളിട്ട് കൊടുക്കുവാണ്. നമ്മള് ഇതിനൊന്ന് സെറ്റാക്കാം, എന്നിട്ട് മുറിച്ചെടുക്കാം. സെക്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ വെള്ളം എല്ലാം അങ്ങ് തൂങ്ങി കൊടുക്കുവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സാധനം. നമ്മുടെ ആദ്യത്തെ സാധനം റെഡിയായി. അടുത്തത് വെല്ല ഇട്ട് കൊടുക്കുന്നു. പഞ്ചസാര എന്നാലും നമ്മൾ ഉപയോഗിക്കുന്നില്ല, വെല്ലാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് വെച്ചാല് ആ രീതിയിൽ ചെയ്യാം. ഇതാ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇതാ വെല്ല ഉരുകി അതിനകത്തേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടു. ഇത് വെല്ല ഇടുന്നു. എല്ലാം ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുവാണ്. ആദ്യത്തെ നമ്മളെ നല്ല അടിപൊളിയായിരുന്നു, നല്ല ബാറായിട്ട് വന്നു. അടുത്ത നമ്മുടെ വെള്ളത്തിന്റെ നമ്മളൊരു ഷേപ്പ് ആക്കുവാണ്. അച്ചൊന്നും ആക്കിയിട്ടില്ല, വെല്ലമാണ്, മറ്റേ പോലെ അല്ല. നല്ല ചൂടുണ്ട്. ഇതാ നല്ല അടിപൊളിയായിട്ടുണ്ട്. രണ്ടാമത്തെ ഘട്ടം, നമ്മുടെ രണ്ടാമത് ഘട്ടം കഴിഞ്ഞ് ഇനി മൂന്നാം ഘട്ടം. തക്കാളി പേസ്റ്റ് ഇടുവാണ്. തക്കാളിയുടെ നമ്മുടെ തേൻ ഒഴിച്ചു കൊടുക്കുവാണ്. മൂന്നാം ഘട്ടമാണ്. ബാക്കിയുള്ള എല്ലാം ഇടുവാണ്. കടല, കറുത്ത എള്ളിടുവാണ്. അടുത്ത ടേസ്റ്റ് ഡിസൈൻ ആക്കുവാണ്. മൂന്ന് റെഡി ആയിട്ടുണ്ട്. മൂന്ന് സാധനം മൂന്ന് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്ത് കഴിയുമ്പോ കഴിച്ചു നോക്കാം. ഫൈനൽ പ്രൊഡക്റ്റ് എത്തി. സാധാരണ നമ്മള് കണ്ടുവരുന്നത് ഇതാ നല്ല കളർ അല്ല, വെള്ളത്തിന്റെ 190. തക്കാളി പേസ്റ്റ് തേനും 200, ഒരു 300 കൂടാ. പാത്രം ഉണ്ടാക്കി 300 കൂടാ. 700 ഗ്രാം. അപ്പൊ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? നല്ല ഉറപ്പാണ്. കടലമുട്ട എങ്ങനെയാ അതുപോലെ ആയിട്ടുണ്ട്. ടേസ്റ്റ് വരുന്നുണ്ട്. മധുരം ബാക്കി ടേസ്റ്റ് വേറെ വരുന്നുണ്ട്. അതിന് ആ പേസ്റ്റും തേനും ഇത് ഇതുപോലെ തന്നെ നമുക്ക് സപ്ലൈ കഴിച്ചു നോക്കാം. ഈത്തപ്പഴം പേസ്റ്റ്, അതുപോലെ തന്നെ തേനും. നല്ല മധുരമുണ്ട്. മധുരം വേറെ നമ്മൾ ചേർത്തിട്ടില്ല. അപ്പൊ എല്ലാ വീട്ടിലൊരു ബിസിനസ്, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതുപോലെ ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ചെയ്യാം. അപ്പൊ അതൊക്കെ ഉടക്കി നമ്മൾ ഇതേപോലെ ചെയ്യുന്നതാണെങ്കിൽ വീഡിയോ ഉണ്ടാവും. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്, ഇനി ഇടുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.